ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ റെസിപ്പീസ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു ഐറ്റത്തിൻ്റെ ആയിരിക്കും കേട്ടോ. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും എന്താണെന്നുള്ളത് പിടികിട്ടി കാണും. വേറൊന്നുമല്ല, സാമ്പാർ തന്നെയാണ്. എന്നാൽ ഇതുവരെ നമ്മൾ തയ്യാറാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സാമ്പാറാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് സമയം കുതിർത്ത് വെച്ച ശേഷം 2-3 തവണ വാഷ് ചെയ്തെടുത്ത സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ സവാള ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, കായം ഞാൻ അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ കായം പൊടിയായിട്ട് ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, കോക്കനട്ട് ഓയിൽ, ആവശ്യത്തിനുള്ള വെള്ളം എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത ശേഷം ഒരു 5 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 വിസിലിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പരിപ്പെല്ലാം തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മാഷർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും, നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ജീരകം, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിൽ സ്ലൈസ് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ചെറിയുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് കായം പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദാൽ മിക്സിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സാമ്പാർ ഇഡ്ഡലി, ദോശയുടെ കൂടെ മാത്രമല്ല ചോറിന്റെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.